നമസ്കാരം. കേരളത്തിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിമാരെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടു. 1957 ഏപ്രിൽ 5 ഐക്യ കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത്. 1959 ജൂലൈ 31 വരെ 2 വർഷവും 4 മാസവുമാണ് ആദ്യ നിയമസഭയും ആദ്യ മന്ത്രിസഭയും നിലവിലുണ്ടായിരുന്നത്. അന്ന് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടായിരുന്നു. അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി TV തോമസ് ആയിരുന്നു. രണ്ടാം നിയമസഭ 1960 ആദ്യം മുതൽ 64 അവസാനം വരെയാണ് ഉണ്ടായിരുന്നത്. അന്ന് മുഖ്യമന്ത്രിമാർ 2 പേരായിരുന്നു. 1960 മുതൽ 62 വരെ പട്ടം താണുപിള്ളയും 62 മുതൽ 64 വരെ R ശങ്കറുമായിരുന്നു. ഈ 4 വർഷക്കാലവും ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് KT അച്യുതൻ. 64 അവസാനം മുതൽ 67 ആദ്യം വരെ ഇവിടെ പ്രസിഡന്റ് ഭരണമായിരുന്നു, മന്ത്രിസഭ ഉണ്ടായിരുന്നില്ല. 1967 ആദ്യം EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ നിലവിൽ വന്നു. 1967 ആദ്യം മുതൽ 69 ഒക്ടോബർ 24 വരെയാണ് ആ മന്ത്രിസഭയ്ക്ക് കാലാവധി ഉണ്ടായിരുന്നത്. ഈ കാലം അത്രയും ഗതാഗത വകുപ്പ് മന്ത്രി EK ഇമ്പിച്ചു ബാവയായിരുന്നു. KSRTCയിലെ ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഏക മാർക്സിസ്റ്റ് മന്ത്രിയാണ് ഇമ്പിച്ചു ബാവ. അതിനുശേഷം ഒരിക്കലും പിന്നീട് CPM ഈ വകുപ്പ് ഏറ്റെടുത്തിട്ടേയില്ല. 69 നവംബർ 1 മുതൽ 70 ജൂൺ വരെ അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രി. അന്ന് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കേരള കോൺഗ്രസിലെ KM ജോർജ് ആയിരുന്നു. 4ാം നിയമസഭയ്ക്ക് 1970 അവസാനം മുതൽ 77 ആദ്യം വരെ 6.5 വർഷം കാലാവധി ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ ഇടയ്ക്ക് വന്നതുകൊണ്ടാണ് അങ്ങനെ കാലദൈർഘ്യം ഉണ്ടായത്. ഈ 6.5 വർഷവും അച്യുതമേനോൻ തന്നെയായിരുന്നു മുഖ്യമന്ത്രി. എന്നാൽ ഈ കാലയളവിൽ 5 പേരായിരുന്നു ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തത്. ആദ്യത്തെ 1 വർഷം PS ശ്രീനിവാസനും, പിന്നീടുള്ള 4 വർഷക്കാലം MN ഗോവിന്ദൻ നായരായിരുന്നു. പിന്നീട് ഒരു 6 മാസം R ബാലകൃഷ്ണപിള്ളയായിരുന്നു. R ബാലകൃഷ്ണപിള്ള അന്ന് MLA അല്ല MP ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് 6 മാസം വരെ മന്ത്രിസ്ഥാനം വഹിക്കാൻ കഴിയുമായിരുന്നു. തുടർന്ന് KM ജോർജ് വീണ്ടും ഗതാഗത വകുപ്പ് മന്ത്രിയായി. അന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കെ KM ജോർജ് അന്തരിച്ചു. തുടർന്ന് K നാരായണക്കുറുപ്പ് ഗതാഗത വകുപ്പ് മന്ത്രിയായി. K നാരായണക്കുറുപ്പിൻ്റെ പുത്രനാണ് നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭ ചീഫ് വിപ്പ് N ജയരാജ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് 1977 77 ആദ്യം മുതൽ 79 ഡിസംബർ വരെയായിരുന്നു ആ നിയമസഭയ്ക്ക് കാലാവധി ഉണ്ടായിരുന്നത്. അന്ന് കൗതുകകരമായൊരു കാര്യം, ഈ 3 വർഷത്തിനുള്ളിൽ 4 മുഖ്യമന്ത്രിമാർ ഇവിടെ ഭരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 77 ആദ്യം K കരുണാകരൻ 1 മാസം, പിന്നീട് 1.5 വർഷക്കാലം 77 ഏപ്രിൽ മുതൽ 78 ഒക്ടോബർ വരെ AK ആൻ്റണി ആയിരുന്നു മുഖ്യമന്ത്രി. അതിന് 78 ഒക്ടോബർ മുതൽ 79 ഒക്ടോബർ വരെ PK വാസുദേവൻ നായരായിരുന്നു മുഖ്യമന്ത്രി. ഈ 3 പേരുടെ കാലത്തും ഗതാഗത വകുപ്പ് മന്ത്രി K നാരായണക്കുറുപ്പ് തന്നെയായിരുന്നു. ആ നിയമസഭയിൽ പിന്നീടൊരു 54 ദിവസം CH മുഹമ്മദ് കോയ ആയിരുന്നു മുഖ്യമന്ത്രി. ഗതാഗത വകുപ്പിന് പ്രത്യേക മന്ത്രി അന്നില്ലായിരുന്നു. അടുത്ത തിരഞ്ഞെടുപ്പ് 1980 EK നായനാരുടെ നേതൃത്വമുള്ള മന്ത്രിസഭ നിലവിൽ വന്നു. 80 മുതൽ 81 അവസാനം വരെ EK നായനാർ മുഖ്യമന്ത്രിയായിരിക്കും. ഗതാഗത വകുപ്പ് മന്ത്രി ലോനപ്പൻ നമ്പാടനായിരുന്നു. ലോനപ്പൻ നമ്പാടൻ അന്ന് കേരള കോൺഗ്രസ് ആണ്, പിന്നീടാണ് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ചേർന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. 1982 മുതൽ 87 വരെ UDF അധികാരത്തിൽ വന്നു. K കരുണാകരൻ മുഖ്യമന്ത്രി. ഈ കാലയളവിൽ 3 പേരാണ് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ആദ്യം KK ബാലകൃഷ്ണൻ, പിന്നീട് N സുന്ദരൻ നാടാർ, പിന്നീട് PK വേലായുധൻ. ഈ സുന്ദരൻ നാടാർ ഇരിക്കുന്ന സമയത്താണ് KSRTCയിലെ ജീവനക്കാർക്ക് പെൻഷൻ അനുവദിച്ച് തന്നിട്ടുള്ളത്. 87 മുതൽ 91 വരെ LDF അധികാരത്തിൽ വന്നു. നായനാരായിരുന്നു മുഖ്യമന്ത്രി. ഈ കാലയളവിൽ ഒരാൾ മാത്രമാണ് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് എസ്സിലെ ശങ്കരനാരായണ പിള്ളയായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി. 91 മുതൽ 95 വരെ K കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. ഈ കാലയളവിൽ R ബാലകൃഷ്ണപിള്ളയായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി. 95 മുതൽ 96 വരെ AK ആൻ്റണി ആയിരുന്നു മുഖ്യമന്ത്രി. അന്ന് ഗതാഗത വകുപ്പിന് പ്രത്യേകം മന്ത്രി ഇല്ലായിരുന്നു, മുഖ്യമന്ത്രി തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്.
96-ൽ വീണ്ടും LDF ഗവൺമെൻറ് വന്നു. 96 മുതൽ 2001 വരെ നായനാരാണ് മുഖ്യമന്ത്രി. ഈ 5 വർഷക്കാലത്തിനുള്ളിൽ 3 പേര് ഗതാഗത വകുപ്പ് അന്നും കൈകാര്യം ചെയ്തു. ആദ്യം PR കുറുപ്പായിരുന്നു ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ പാർട്ടിയുടെ ജനതാദളിൻ്റെ അവരുടെ ധാരണപ്രകാരം PR കുറുപ്പ് രാജിവെച്ച് നീലലോഹിതദാസൻ നാടാർ വന്നു. നീലലോഹിതദാസൻ നാടാർ ഒരു വനിതാ IAS ഓഫീസറോട് അപമര്യാദയായി പെരുമാറിയ കാരണത്താൽ അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധനായി. പിന്നെ വന്നത് CK നാണു എന്ന് പറയുന്ന മന്ത്രിയാണ് പിന്നെ വന്നത്. അപ്പം 2001 മുതൽ 2006 വരെ UDFൻ്റെ ഭരണകാലമാണ്. അന്ന് AK ആൻ്റണിയാണ് മുഖ്യമന്ത്രിയായിരുന്നത്. 2001 മുതൽ 2005 വരെ 2001 മുതൽ 2004 വരെ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്നു. അക്കാലത്ത് ആദ്യം ഗണേഷ് കുമാറും പിന്നീട് R ബാലകൃഷ്ണപിള്ളയും ഗതാഗത വകുപ്പ് മന്ത്രിയായി. R ബാലകൃഷ്ണപിള്ള തുടക്കത്തിൽ ആകാതിരുന്നത് അദ്ദേഹത്തിൻ്റെ കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു 2001-ൽ നിലവിൽ വന്ന നിയമസഭയിൽ ആദ്യം മന്ത്രിയായിരുന്നത്. പിന്നീട് R ബാലകൃഷ്ണപിള്ള മന്ത്രിയായി. 2004-ൽ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ നിലവിൽ വന്നു. 2004 മുതൽ 6 വരെ ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് ഗതാഗത വകുപ്പ് മന്ത്രി N ശക്തനായിരുന്നു. 2006-ൽ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ LDF ഗവൺമെൻറ് വന്നു. 2006 മുതൽ 2011 വരെ. അന്ന് ഗതാഗത വകുപ്പ് 2 പേരാണ് കൈകാര്യം ചെയ്തത്. ആദ്യം മാത്യു T തോമസും പിന്നീട് ജോസ് തെറ്റയിലുമായിരുന്നു. മാത്യു T തോമസ് ഗതാഗത വകുപ്പ് മന്ത്രിയും VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കെ KSRTC ഒരു റെക്കോർഡ് തന്നെ കൈവരിക്കുകയുണ്ടായി. ആ റെക്കോർഡ് ഇതാണ്. അതായത് KSRTCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബസ് ചാർജ് കുറയ്ക്കുകയുണ്ടായി. അതായത് അന്ന് ഡീസലിനും പെട്രോളിനുമൊക്കെ ഗണ്യമായി വില കുറഞ്ഞതിനെ തുടർന്ന് KSRTC അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ബസ് ഫെയർ കുറച്ചിരുന്നു. 2011 മുതൽ 2016 വരെ UDF ഗവൺമെൻറ്റാണ് നിലവിൽ വന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. അന്നും 3 പേരാണ് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. ആദ്യം VS ശിവകുമാർ, പിന്നീട് ആര്യാടൻ മുഹമ്മദ്, പിന്നെ ഏതാണ്ട് ഒരു 3.5 വർഷക്കാലത്തോളം തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി. 2016-ൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വീണ്ടും LDF ഗവൺമെൻറ് വന്നു. 2006 മുതൽ 2011 വരെയുള്ള കാലത്ത് ആദ്യം AK ശശീന്ദ്രനായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി. അദ്ദേഹം രാജിവെച്ചു. പിന്നീട് തോമസ് ചാണ്ടി ഗതാഗത വകുപ്പ് മന്ത്രിയായി. തോമസ് ചാണ്ടി രാജിവെച്ചതിനെ തുടർന്ന് വീണ്ടും AK ശശീന്ദ്രൻ മന്ത്രിയായി. 2021 മുതൽ LDFന് ഭരണ തുടർച്ച കിട്ടി. അന്ന് ആദ്യം ഗതാഗത വകുപ്പ് മന്ത്രി ആൻ്റണി രാജുവാണ്, നമുക്കറിയാം. ഇപ്പോൾ KB ഗണേഷ് കുമാർ. ഇത്രയും പേര് കേരളത്തിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്.